ആ പക്ഷികൾ, അത് ചോരപ്പക്ഷികൾ. നിറം കാരണം വിളിക്കുന്ന പേരാ. അവർക്ക് മറ്റാരുമായും കൂട്ടില്ല. വല്ലപ്പോഴുമേ ഇതുവഴി വരൂ. കൊക്കപ്പാറയിലാ താമസം. കൊക്കപ്പാറയോ? അതെ, ചെങ്കുത്തായ ഒരു പാറയുണ്ട് കുന്നിനപ്പുറം. അതിലെ ഗുഹയിലാ താമസം. ഇവരുടെ സ്വഭാവം കാരണം ആരും അങ്ങോട്ട് പോകാറില്ല. ഏ, ചിൽ കണ്ണു തുറക്കുന്നു. ചിൽ, ചിൽ, ചിൽ. മുഴുവനായും ഉണർന്നിട്ടില്ല. പക്ഷേ ചിൽ രക്ഷപ്പെട്ടല്ലോ, ആശ്വാസമായി. ഒന്ന് ചോദിക്കട്ടെ, ആ പക്ഷികൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഏതിൽ? ഈ വിഷത്തിലോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് അവരെ കണ്ടിട്ട് വരാം. പക്ഷേ ചില്ലിനെ ശ്രദ്ധിക്കണേ. മൗഗ്ലി കൊക്കപ്പാറയിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതാണ് സ്ഥലം. വേരുകൾ പിടിച്ച് താഴേക്കിറങ്ങി നോക്കിയാലോ? മൗഗ്ലി വേരുകൾ പിടിച്ച് താഴേക്കിറങ്ങുന്നു. ഇത് തന്നെ ആ കിളി പറഞ്ഞ ഗുഹ. അകത്ത് കയറി നോക്കണോ? പക്ഷികളെ കാണുന്നില്ലല്ലോ. ഉണ്ട്, അവർ അകത്തുണ്ട്. പക്ഷേ പെട്ടെന്ന് പക്ഷികളെല്ലാം ചേർന്ന് മൗഗ്ലിയെ ആക്രമിക്കാനൊരുങ്ങി. അയ്യോ! മൗഗ്ലി പിടിവിട്ട് താഴെ വെള്ളത്തിലേക്ക് വീണു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു പക്ഷി മൗഗ്ലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പക്ഷിയുടെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ക്ഷമിക്കണം, അറിയാതെ കാൽ തെറ്റി. ഒന്നും മിണ്ടുന്നില്ലല്ലോ. അടുത്ത് എന്ന് നോക്കിയാലോ? അടുത്തു വരണ്ട. ഏ, എന്തു പറ്റി? നീ മാത്രമെന്താ ഇവിടെ? എന്താ മിണ്ടാത്തത്? പറക്കാൻ ബുദ്ധിമുട്ട് കാണും. ഞാൻ നിന്നെ സഹായിക്കാം. വേണ്ട. പേടിക്കണ്ട, ഞാൻ ശത്രുവല്ല. തൊട്ടുപോകരുത്. തൊട്ടുപോകരുത് അവനെ. ആരാണിവൻ? കുത്തിക്കീറവനെ. ഏ, അതെ, ശത്രുവാണവൻ. വിടരുത്. ഏ, അവർ കൂട്ടത്തോടെ. ആക്രമണമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ നേരിട്ടേ പറ്റൂ. മൗഗ്ലി വെള്ളത്തിനടിയിലേക്ക് പോയി പാറകൾ പെറുക്കിയെടുത്തു. വാ, ഞാൻ തയ്യാർ. ഹേ, കൊല്ലവനെ. അരുത്. ആരും ആക്രമിക്കരുത്. ഈ മനുഷ്യക്കുട്ടിയെ എനിക്കറിയാം. ചങ്ങാതി, ഞങ്ങൾ ശത്രുക്കളല്ല. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഈ പക്ഷിയെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയതല്ല, കാൽ കഴുകി വൃത്തിയാക്കാൻ വിട്ടതാണ്. ഏ, എന്തിന്? കാലിലെ വിഷം കളയാൻ. ഏ, അതെ, എവിടെ നിന്നോ ഇവന്റെ കാൽ കൊടും വിഷം പറ്റി. ഇവൻ ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം അത് പടർന്നു. നിങ്ങളുടെ കാട്ടിലെ മരത്തിലും വഴിക്കുള്ള പാറയിലുമെല്ലാം ഇവൻ ഇരുന്നിരുന്നു. ഓ, അങ്ങനെയാണ് ആ കുരങ്ങന്മാരും അണ്ണാനും ചില്ലും ഞാനും ഒക്കെ വീണത്. അതെ, ഒരല്പം തൊട്ടാൽ പോലും ബോധം കെടും, ചിലപ്പോൾ മരിക്കും. എന്നിട്ട് ഈ പക്ഷി എങ്ങനെ രക്ഷപ്പെട്ടു? ഞങ്ങൾ ചുവന്ന പക്ഷികൾക്ക് ഈ വിഷം ഏൽക്കില്ല. ഇതൊന്നും ഞങ്ങൾ ആദ്യം മനസ്സിലാക്കിയില്ല. മനസ്സിലായെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുമായിരുന്നു. 2 ദിവസം മുഴുവൻ കാലിടയ്ക്കിടെ നനച്ചാലേ കാലിലെ വിഷം പൂർണ്ണമായും കളയാനാവൂ. അതിനാണ് ഇവനെ ഇവിടെ തന്നെ ഇരുത്തിയത്. പക്ഷേ അവനതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെതിരെ പ്രയോഗിക്കാനുള്ള മരുന്ന് അറിയാവുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായത് നന്നായി. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞാൻ മടങ്ങട്ടെ, എല്ലാവരും കാത്തിരിക്കുകയാവും. ഏ, അതാരാ? ഏ, ചിൽ. പിന്നെ ആ കിളിച്ചങ്ങാതിയും. മൗഗ്ലി, എന്താ പ്രശ്നം വല്ലതും? പ്രശ്നങ്ങളെല്ലാം തീർന്നു. ചിൽ രക്ഷപ്പെട്ടല്ലോ. എല്ലാം ഞാൻ പോകുമ്പോൾ പറയാം. വീണ്ടും കാണാം കൂട്ടുകാരെ.